വർഷങ്ങളോളം ഇരുന്ന് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു തപസ്സാർന്ന പഠനത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വെളിച്ചമാണ് ഞാൻ പറയുന്നത്. കൽക്കി അവതാരം എന്ന് പറഞ്ഞാൽ അത് ഇമാം മഹ്ദിയാണ്. ഈ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെട്ടാൽ ഇന്ന് കാഫിറുകളെന്നും മുശ്രിക്കുകളെന്നും ലോകം മുദ്ര കുത്തുന്നതിലെ വലിയൊരു ശതമാനം ആളുകൾ മഹ്ദി ഇമാമിൻ്റെ അജ്ഞാനവൃത്തികളായിരിക്കും. എൻ്റെ മഹ്ദി ഇമാം വരേണ്ടി വന്നത് അവർക്ക് നേര് മനസ്സിലായില്ല. എന്നെക്കൊണ്ടും അവർക്ക് നേര് മനസ്സിലാവൂല. എങ്ങനെ മനസ്സിലാക്കാനാണ്? ഒരു നാട്ടിൽ ഏറ്റവും മോശപ്പെട്ടവർ നമ്മളാവുമ്പോൾ നമ്മളെ ദീനിന്റെ വിളിച്ച് എങ്ങനെ അവർക്ക് മനസ്സിലാവുന്നു? ഒരു ഓഫീസിൽ ഏറ്റവും കൈക്കൂലി വാങ്ങണ നമ്മളാണെങ്കിൽ നമ്മളപ്പുറത്തെ കസേരയിലിരിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിന്റെ വലുപ്പത്തിൽ എങ്ങനെ മനസ്സിലാവുന്നു? ആരാനെ കൊല്ലാൻ മൂർച്ച കൂട്ടുന്ന ഭീകരവാദി സംഘടനയിൽ നീ അംഗമാണെങ്കിൽ അപ്പുറത്തെ കസേരയിലിരിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നിന്റെ വലുപ്പത്തിനും എങ്ങനെ മനസ്സിലാവും? ലോകത്തിനുമെല്ലാം കരുണാദായകനായിട്ടാണ് മുഹമ്മദ് നബി വന്നത്. അപ്പൊ നിന്റെ ലക്ഷ്യം എന്താ? നിന്റെ പണി എന്താ? നിന്റെ ഏർപ്പാട് എന്താ? കരുണ. നിന്നെ കണ്ടാത്തനാണ് സന്തോഷവും. മഹ്ദി ഇമാമും പട്ടാളവും പോകുമ്പോൾ ക്ഷീണം വരുമ്പോൾ ദൂരെ വെള്ളം കാണും. ആ വെള്ളത്തിനടുത്തേക്ക് നടന്നില്ല മാത്രമല്ല ആരോഗ്യവും താക്കത്തും അവർക്കുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? വെള്ളം കൊണ്ട് വരും. വെള്ളം കുടിക്കും. അതിപ്പോഴും ഇനി നടക്കണം. ഇനി എന്താണ് വലിയ നമ്മൾ ആഹൃതമാനായി ഒക്കെ കഴിഞ്ഞ് ഇനിയൊന്നും ഉണ്ടാവില്ല എന്നിപ്പോ പറഞ്ഞ നമ്മൾ ഇനി ഇതിനേക്കാളും വലിയ കാര്യമാണ് ഇനി ഉണ്ടാകുമ്പോൾ. ഇരിക്കും അവര് ക്ഷീണിച്ചിരിക്കണ നേരത്തെ പുഴയിലെ വെള്ളം ഇങ്ങോട്ട് വരും. ആർക്ക് ദാഹം തീർക്കാൻ പറ്റും? എന്തുകൊണ്ട്? അവർക്കൊരു ലക്ഷ്യമില്ല. ആരല്ലാതെ അതാണ് കുട്ടികളെ മനസ്സിലാക്കേണ്ടത്. അവർക്ക് ജത്യോ എന്നൊക്കെ നടക്കും. ഒരു ലക്ഷ്യമില്ല. അവർ ക്ഷീണിച്ചിരിക്കുന്നതും വെള്ളം വരുന്നതും ഫോട്ടോത്തിൽ പിറ്റേന്ന് സുപ്രഭാതത്തിൽ വിടണമെന്ന് ഒരു ഉദ്ദേശമില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അവിടെ നടക്കില്ല. ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ച് ഒരേ സ്ഥലത്തെത്തി അടുത്ത് പോകും വെള്ളം ഇങ്ങനെ വരും, ഒറ്റയ്ക്ക് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്ത് പറയാൻ ആ സ്ഥലത്ത് ഇങ്ങോട്ട് ഫോട്ടോഗ്രാഫറിങ് കൊണ്ടാണ് നടക്കണം. അവിടെ എത്തിയപ്പോൾ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞ് ഇങ്ങനെ വെള്ളം കൊണ്ട് വരുന്ന കാണാം. അപ്പോൾ വെള്ളം കൊണ്ട് വന്ന് ഫോട്ടോ എടുത്ത് പിറ്റേന്ന് നമ്മൾ രാവിലെ കട്ടൻ ചായയും സുപ്രഭാതവും അങ്ങനെ കുടിച്ച് അപ്പോൾ ഇതിങ്ങനെ വന്ന് സുപ്രഭാതം ഒരു ധാരണമാണ്. നമ്മൾ പത്രമാണല്ലോ അന്നേരക്ക് പറഞ്ഞു ഇതൊക്കെ നീ അംഗീകരിക്കുന്ന ഒരു പത്രമാണ് സുപ്രഭാതം. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ സുപ്രഭാതത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് മഹ്ദി ഇമാമെങ്കിൽ ആ മഹ്ദി ഇമാമിന്റെ അടുത്തേക്ക് വെള്ളം വരില്ല. ലക്ഷ്യം മാറി. ഫോട്ടോഗ്രാഫർ വരാൻ നേരം പോകുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വരില്ലേ, ഫോട്ടോഗ്രാഫർ എത്തിയിട്ടില്ല എന്ന് നമ്മൾ പറയും. അങ്ങനെ അപ്പൊ നമ്മൾ ചിന്തിക്കണം. നമ്മൾ മൗനജാതക്ക് മൈക്കേൽപ്പിച്ച കൂട്ടരാണ്. നമുക്ക് ജനങ്ങളെ മുന്നിൽ ആളാകാന്നല്ലാത്ത ലക്ഷ്യം ഇല്ല. മൗനജാതക്കുമ്പോ മൈക്കേൽപ്പിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ നാട്ടുകാരറിയണം. അത്രേ ഉള്ളൂ. അല്ലെ നമ്മൾ അങ്ങനത്തെ മഹാന്മാരാണ്. അങ്ങനത്തെ ഒരാൾ മഹ്ദി ഇമാമിന്റെ കൂട്ടത്തിലുണ്ടാവില്ല. നമ്മൾ മൗനജാതക്കും മൈക്ക ഏൽപ്പിച്ച മഹാന്മാരാണ്. അല്ല മൗനജാതയല്ലേ, മൗനജാതയാണ്. പക്ഷെ എന്നാലും ജാഥയിൽ ആദ്യം എല്ലാവരും വരിയായി നിർത്തണമെങ്കിൽ ഒന്ന് ഉറക്കെ വിളിച്ചറിയല്ലോ. എന്നാ പിന്നെ എല്ലാവരും കേട്ടിട്ട് മൗനജാതക്കും നമ്മൾ മൈക്കേൽപ്പിച്ചു. നമ്മൾ മൗനജാതക്ക് മൈക്കേൽപ്പിച്ച മഹാന്മാരായതുകൊണ്ട് നമ്മളെ കൂട്ടത്തിൽ ഒരാളും മഹ്ദി ഇമാമിന്റെ പട്ടാളത്തിൽ ഉണ്ടാവില്ല എന്നല്ല. പട്ടാളത്തിൽ ചേരാൻ തന്നെ ചെല്ലുകയാണെങ്കിൽ നമ്മളെ തല വെട്ടിയിട്ടേ മഹ്ദി ഇമാമ് പട്ടാളത്തിൽ കൊണ്ട് പോകും. ഇന്ന് മഹ്ദി ഇമാമിന്റെ ആളുകൾ എന്ന് പറയുന്ന പലരെയും മഹ്ദി ഇമാമ് തല വെട്ടിയിട്ടേ തുടങ്ങുള്ളൂ. ഒന്നും വിചാരിക്കണ്ട. ഇന്ന് ലോകത്ത് കാഫറായി അറിയപ്പെട്ട പല സമൂഹവും മഹ്ദി ഇമാമിന്റെ പട്ടാളായിരിക്കും. എന്തുകൊണ്ട്? അവർ അള്ളാനെ പറഞ്ഞ് ചതിച്ചിട്ടില്ല. അവർക്ക് അള്ളാനെ തിരിയാത്തോണ്ടാണ്. മഹ്ദി ഇമാമിന് വരുമ്പോൾ അവർക്ക് അള്ളാനെ തിരിയും. അവർ മഹ്ദി ഇമാമിനോട്ടായിരിക്കും. ഈ അള്ളാന്റെ പേരിൽ മുണങ്ങൾ നമ്മൾ മഹ്ദി ഇമാമിന്റെ എതിരാളികളായിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളി. ഒക്കെ നിങ്ങൾ ചിന്തിച്ചാൽ കിട്ടും ഞാൻ എന്താണ് ഈ പറഞ്ഞത്.
ഇന്ന് നിങ്ങൾ കാഫറുകളാണ്, മുശ്രിക്കുകളാണ് എന്ന് പറയുന്ന പല ജനങ്ങളും മഹ്ദി ഇമാമിന്റെ പട്ടാളമായിരിക്കും. മഹ്ദി ഇമാം വന്നാൽ അവർ ലോകം കണ്ട മുഅ്മിനീങ്ങളായിരിക്കും. എന്തുകൊണ്ട്? അതിഥി ദൈവത്തിന്റെ ആളാണ് എന്ന് അവർക്കാണ് ബോധ്യപ്പെടും. എന്നാൽ നമ്മളെ ബോധ്യപ്പെട്ടൂടെ? നമ്മൾ ദൈവത്തിന്റെ ആളല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ലോകത്ത് കാഫറുകളെന്നും മുശ്രിക്കുകളെന്നും മുദ്ര കുത്തപ്പെടുന്ന പല ജനതയും മഹ്ദി ഇമാം വന്നാൽ മഹ്ദി ഇമാമിന്റെ പട്ടാളായിരിക്കും. എന്തുകൊണ്ട്? അവരിൽ വലിയൊരു ശതമാനവും നിഷ്കളങ്ക ഹൃദയത്തിന്റെ ഉടമകളാണ്. അവർക്ക് ദൈവത്തിന്റെ ആളുകളെ അറിയാത്തതുകൊണ്ടാണ്. അത് അറിയാത്ത നമ്മുടെ ദുർനടപ്പാണ്. അവർ ദൈവത്തിന്റെ ആളുകളെ കണ്ണിലാണ് കണ്ടാൽ ആ ആളുകളെ കൂടെ കൂടും. ഹൈന്ദവ വേദങ്ങളിൽ പറയുന്ന കൽക്കി ഇമാം മഹ്ദിയാണ്, മുഹമ്മദ് നബി അല്ല എന്ന് പറഞ്ഞ പല ഗവേഷണങ്ങളും 100% തെറ്റാണ്. അത് ഞാൻ പിന്നീട് പറയാം. ഞാൻ പഠിച്ച് പറയാണ്, വെറുതെ പറയല്ല. ചില ആളുകളൊക്കെ പറയാറുണ്ടല്ലോ കൽക്കി അവതാരം നബിയെ പറ്റിയാണ്. പച്ച നുണയാണ്. കൽക്കി അവതാരം മഹ്ദി ഇമാം മഹ്ദിയാണ്. അത് അവർ കൽക്കി എന്ന് പറയും, നമ്മൾ മഹ്ദി എന്ന് പറയും, ഒക്കെ ഒന്നാണ്. ഞാൻ വെറുതെ പറയല്ല, ഞാൻ പഠിച്ച് പറയാം, വെറുതെ പറയല്ല. കൊല്ലങ്ങളോളം ഇരുന്ന് പഠിച്ചിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോൾ പുറത്തു വിടുന്നത്. ഇതിനു മുമ്പ് അങ്ങനത്തെ വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യം പറയാം, ഞാൻ പഠിച്ചു പറയാം. ഹൈന്ദവ വേദങ്ങളിൽ പറയുന്ന കൽക്കി എന്ന ആൾ ഇമാം മഹ്ദി എന്ന ലക്ഷണമൊത്ത വ്യക്തിയാണ്. അതാണ് ഇത് മനസ്സിലാവുന്നത്. ആ ഏരിയ മുഴുവൻ വേദങ്ങളെടുത്ത് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്നത് മഹ്ദി ഇമാമാണ്. കൽക്കി ഇമാം മഹ്ദിയാണ് റളിയല്ലാഹു അൻഹു. അവർക്കൊക്കെ വലിയ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുക. വിഷയം തിരിച്ചു വരാം. ഞാൻ എൻ്റെ പഠനമാണ്. പഠിക്കാൻ ആർക്കും അവകാശമുണ്ട്, ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വേദങ്ങൾ പലപ്പോഴും എടുത്ത് പഠിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട്? വേദങ്ങളും പഠിക്കേണ്ടതുണ്ട്, വേദങ്ങളിലും ചില സത്യങ്ങളുണ്ട് എന്നതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ അതിൻ്റെ ഒരു പഠനമാണ്. ഞാൻ പഠിച്ചു പറഞ്ഞത് കൽക്കി അവതാരം മുഹമ്മദ് നബി ആണെന്ന പ്രഭാഷണങ്ങൾ 100% തെറ്റാണ്. കൽക്കി അവതാരം മുഹമ്മദ് നബി അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനാണ് ഹബീബായ നബി മഹാനാകാൻ കൽക്കി ആകേണ്ട ആവശ്യമൊന്നുമില്ല. കൽക്കി അവതാരം മഹ്ദി ഇമാമാണ്, യാതൊരു സംശയവുമില്ല. അത് സത്യമാണ്. കൽക്കി അവതാരം മുഹമ്മദ് ഇമാം മഹ്ദിയാണ് റളിയല്ലാഹു അൻഹു. പിന്നീട് പറയാം. ഞാനതൊക്കെ പഠിച്ച്, പുരാണങ്ങളെ പഠിച്ച്, ആ ഏരിയകളിൽ ഇരുന്ന് പഠിച്ച്, മണിക്കൂറുകളോളം വർഷങ്ങളോളം ഇരുന്ന് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു തപസ്സാർന്ന പഠനത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വെളിച്ചമാണ് ഞാൻ പറയുന്നത്. കൽക്കി അവതാരം എന്ന് പറഞ്ഞാൽ അത് ഇമാം മഹ്ദിയാണ്. ഈ ഇമാം മഹ്ദി പ്രത്യക്ഷപ്പെട്ടാൽ ഇന്ന് കാഫറുകളെന്നും മുശ്രിക്കുകളെന്നും ലോകം മുദ്ര കുത്തുന്നതിൽ വലിയൊരു ശതമാനം ആളുകൾ മഹ്ദി ഇമാമിന്റെ അജ്ഞാനവർത്തികളായിരിക്കും. എൻ്റെ മഹ്ദി ഇമാം വരേണ്ടി വന്നത് അവർക്ക് നേര് മനസ്സിലായില്ല. എന്നെക്കൊണ്ടും അവർക്ക് നേര് മനസ്സിലാവൂല. എങ്ങനെ മനസ്സിലാക്കാനാണ്? ഒരു നാട്ടിൽ ഏറ്റവും മോശപ്പെട്ടവർ നമ്മളാവുമ്പോൾ നമ്മളെ ദീനിന്റെ വിളിച്ച് എങ്ങനെ അവർക്ക് മനസ്സിലാവുന്നു? ഒരു ഓഫീസിൽ ഏറ്റവും കൈക്കൂലി വാങ്ങുന്ന നമ്മളാണെങ്കിൽ നമ്മളപ്പുറത്തെ കസേരയിലിരിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇസ്ലാമിന്റെ വലുപ്പത്തിൽ എങ്ങനെ മനസ്സിലാവുന്നു? ആരാനെ കൊല്ലാൻ മൂർച്ച കൂട്ടുന്ന ഭീകരവാദി സംഘടനയിൽ നീ അംഗമാണെങ്കിൽ അപ്പുറത്തെ കസേരയിലിരിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നിന്റെ വലുപ്പത്തരം എങ്ങനെ മനസ്സിലാവും? ലോകത്തിനുമെല്ലാം കരുണാദായകനായിട്ടാണ് മുഹമ്മദ് നബി വന്നത്. അപ്പൊ നിന്റെ ലക്ഷ്യം എന്താ? നിന്റെ പണി എന്താ? നിന്റെ ഏർപ്പാട് എന്താ? കരുണ. നിന്നെ കണ്ടാത്തനാണ് സന്തോഷം. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോളി. അതൊന്നും നിങ്ങൾ യോഗം കൂടിയിട്ട് പാസ്സാക്കേണ്ട ആവശ്യം റഹ്മത്തുള്ളാഹില്ല. ഞാനിത് വെറുതെ കുത്തിന്ന് പറയുവല്ല, ഞാൻ പഠിച്ചു പറയാം. ഇമാം മഹ്ദി വന്നാൽ നമ്മൾ ഇന്ന് നിസ്സാരക്കാരെന്ന് വിചാരിക്കുന്ന വലിയൊരു ശതമാനം ആളുകൾ മഹ്ദി ഇമാമിന്റെ പട്ടാളമായിരിക്കും. അവർ ലോകം കണ്ട മുഅ്മിനുകളുമായിരിക്കും. എന്തുകൊണ്ട്? അവർക്ക് ബോധ്യപ്പെട്ടു. നമ്മളെ കൊണ്ട് അവർക്ക് ബോധ്യപ്പെടൂല. കൊടി തല്ലല്ലേ ബോധ്യപ്പെടുന്നത്? അങ്ങോട്ട് തല്ലേ അങ്ങോട്ടല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം അങ്ങനെയല്ല, ഇങ്ങനെയല്ല, കൊങ്ങനെയല്ല, അങ്ങനെയല്ല. ഇതല്ലേ നമുക്ക് 1400 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചിട്ടില്ല? പറയാ ഒരു തീരുമാനമായിരുന്നു. 1400 കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് പഠിച്ചില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ മാന മനസ്സിലാക്കിയില്ല.
അങ്ങനെയാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മേനെ മനസ്സിലാക്കിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആയിരത്തില്ലാതെ കൊല്ലം കഴിഞ്ഞ് തല്ലുണ്ടാക്കുക, അന്ന് ഇന്നും തല്ലുണ്ടാക്കുക. അങ്ങനത്തെ ഒരു നമ്മളിൽ നിന്ന് അവർക്ക് എന്ത് മനസ്സിലാക്കാനാണ്? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ഒറിജിനാലിറ്റി നമ്മളെ കയ്യിൽ മേനയോട് കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ മാത്രം നമ്മൾ വെളിവാകണമല്ലോ. ഫലനുഹയ്യന്നഹു ഹയാത്തൻ ത്വയ്യിബ. ഇനി അങ്ങനെ ഒരാൾ കാണിച്ചാൽ നമ്മൾ വളരെ കാണിക്കാൻ കഴിയൂല എന്നുമാണ്. ഞാൻ ചോറ് തിന്നുന്നുണ്ട്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാനൊന്നും തിരുപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർക്ക് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് മുസ്ലിയാർ ആണ്ടിന്റെ ചോറ് തിന്നത്. അതാണ്. എന്നുവെച്ചാൽ ചോറ്റിന് പോകരുത്, ചോറ് പറ്റും ഞങ്ങൾക്ക് സുന്നിയാണ്. ഒരു കുപ്പിയകത്തുള്ള വസ്തുവിനൊക്കെ അതൊക്കെ വെറുതെ അയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കിതേ നടക്കുള്ളൂ. ഇപ്പൊ CM-ന്റെ ആണ്ട് കഴിഞ്ഞു. CM-ന്റെ കറാമത്തിൽ വിശ്വസിക്കുന്ന എത്ര ആളുകൾ ആണ്ടിൽ കൂടി? CM ഈ പറയപ്പെട്ട ഒരാളാണെങ്കിൽ അള്ളാന്റെ വലിയാണല്ലോ. അള്ളാന്റെ വലിയ നടക്കാത്തൊരു കാര്യവും ഇല്ല. നടന്നോ ഇല്ല എന്നത് വേറെ കാര്യം. നടക്കുമെന്ന് കഴിഞ്ഞപ്പം എനിക്ക് തോക്കെടുത്ത് വെടിവെക്കാൻ കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം. ഫുൾ ടൈം പിടിച്ചുകൊണ്ടേ ഇരിക്കണല്ലോ. എനിക്ക് AK-47 എടുത്തിട്ട് വിട്ടുവിടുന്നാണ് അവർ 600 ഉണ്ട ലോഡ് ചെയ്തിട്ട് 600 ആളെ കൊല്ലാൻ എനിക്ക് കഴിയും. എന്നാൽ ഫുൾ ടൈം ഇങ്ങനെ അതിൻ്റെ അർത്ഥം ഇല്ല. ചിലപ്പോൾ 600 ഉണ്ടയും ലോഡ് ചെയ്തിട്ട് ഈ മരണം വരെ അത് തൂക്കി നടക്കും. ഒരു ഉണ്ടയും പുറത്തേക്കാക്കാനുള്ള പടി ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ശത്രു വന്നില്ല. ഇവരൊക്കെ ലോഡ് ചെയ്ത് കൊല്ലാൻ മാത്രമുള്ള കഴുത്ത് ആ തോക്കിന് CM-ന്റെ തോക്കിനുണ്ടാവും. പക്ഷേ ശത്രു ഇല്ലാത്തതുകൊണ്ട് കൊന്നില്ല. അതിനർത്ഥം കൊല്ലാൻ കഴിയൂല എന്നാണ്. ഇതൊരു വിശ്വാസമാണോ? അള്ളാന്റെ ഔലിയാക്കന്മാരാണ്. അവർക്ക് നടക്കാത്ത കാര്യം ഇല്ല. അള്ളാന്റെ ഔലിയാക്കന്മാരാണ്. എന്താ ഔലിയാക്കന്മാരാണ്? അള്ളാഹ് പോലെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നടക്കാത്തൊരു കാര്യമില്ല. നമ്മൾ അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ നടക്കുന്ന കാര്യമില്ല. നമുക്കൊരു കാര്യം നടക്കൂല, അവർക്ക് നടക്കാതിരിക്കൂല. എൻ്റെ കുട്ടിക്ക് 10-25 കൊല്ലമായിട്ട് സുഖമില്ല എന്ന് ജിന്നോട് വന്ന് പറഞ്ഞാൽ ഞാൻ എന്താ എന്നോട് പറയാം? അള്ളാഹു തആല ശിഫയാക്കി തരട്ടെ. അൽ-ഫാത്തിഹ. അതുകൊണ്ട് എൻ്റെ തീരം അത് വലിപ്പത്തിലാണോ? അപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞാലേ സുബഹിസ്കരിച്ചിട്ട് അൽ-ഫാത്തിഹ കുട്ടിയുടെ തീരം മാറട്ടെ. മാറിയിട്ടില്ലല്ലോ. വീരാനൽ പാപ്പനോട് പറഞ്ഞപ്പോൾ വീരാനൽ പാപ്പ അൽ-ഫാത്തിഹ എന്നല്ല പറഞ്ഞ് അതിനുണ്ടാവില്ല, ജോയറാണ്ട്. പിന്നെ ഉണ്ടായതില്ല. എന്തുകൊണ്ട്? അവരെ വായിൽ നിന്ന് വന്നാൽ അത് ആരുടെ വാക്കാണ്? അള്ളാന്റെ വാക്കാണ്. പഠിച്ചോ, നിഷേധിക്കുക. അങ്ങനെ ഉണ്ടാവില്ല. ഈ 1000 ദിവസം ഫാത്തിഹ ഓതിയിട്ടും കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ട, ഒരു നേട്ടം ഉണ്ടായില്ല. കുട്ടീനെ ദീനം മൂർച്ഛിച്ചു എന്നല്ല. വീരാനൽ പാപ്പനെ തിന്നപ്പോ ഫാത്തിഹ ഓതില്ല, ബിസ്മി ഓതില്ല. ഇന്നുണ്ടാവില്ല, ജോയറാണ്ട്. എനിക്കൊരു ഡൗട്ട് തോന്നി. എന്ത് സാധാരണ മൂല്യത്തിന്നാൽ പറയടോ, ഒരു ഫാത്തിയെങ്കിലും ഓതും. ഈ കാക്കാലത്ത് ഫാത്തിയില്ല. വീട്ടിൽ ചെന്ന് നമുക്ക് കുട്ടിനെ തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ മരണം വരെ ഉണ്ടായതില്ല. എന്ത്? അവരെ വായിലൂടെ വന്നതൊക്കെ ഫാത്തിയങ്ങായി. അവരെ തൊള്ളേന്ന് വന്നതൊക്കെ ഫാത്തിയാണ്. അവരെ വായിന്ന് വന്നതെല്ലാം ഫാത്തിഹയാണ്. ഈ അർപ്പും മക്രജും ഒക്കെ അങ്ങനെ ഓതി ഉരുട്ടി പറത്തി ഇങ്ങനെ ഓതിയാലോ ഒരു ഫാത്തിഹ പോലും മലക്കെടുത്ത് വെച്ചിട്ടില്ല. എന്റെ ലക്ഷ്യം ദുന്യാവാണ്. ഈ ദുന്യാവിന്റെ അടിമയാണ്. ഈ ദുന്യാവിലാണാകല ലക്ഷ്യം. അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അവരെ വായിന്നൊരു വാക്ക് പറഞ്ഞാൽ അത് ഫാത്തിഹയാണ്. എത്ര 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 സംഭവം, എത്രയാ സംഭവം. അമ്പങ്കൊന്നിൽ കിടക്കുന്ന ബീരാനൽ പാപ്പ എന്ന മനുഷ്യൻ ഈ ഉമ്മത്തിന് ചെയ്ത സേവനത്രയാണ്. അള്ളാഹു തആല അവരെ ദറജേറ്റി കൊടുക്കട്ടെ. ഒരു കാലത്തതല്ലേ ഇവിടെ നമ്മളെ ബാപ്പ, എൻ്റെ വല്യാപ്പ മുഅ്മിനായത് ബിലാൽ പോലും കൊണ്ടാണ്. എൻ്റെ വാപ്പ, എൻ്റെ വല്യാപ്പ. അക്കാലത്ത് എല്ലാവരും അങ്ങനെയാണ്. ഔലിയാപ്പാപ്പാനെ പറഞ്ഞാൽ പേട്ടും പേടിയാ. എന്തോട് അള്ളാന്റെ ആളാണ്. എന്താ പറഞ്ഞ മാതിരിയാണ്. എന്തേ അങ്ങനെ ആയത്? അള്ളാന്റെ ആളാണ്. മനസ്സിലായോ? അക്കാലത്ത് ജനങ്ങൾ പട്ടിണി മാറ്റുന്ന ബീരാനൽ പാപ്പ ആ ഗ്രാമത്തിലേക്ക് വരുന്നൊരുമ്പോഴാണ്. ബീരാനൽ പാപ്പ ആ നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ നാട്ടിലെ ജനങ്ങൾക്ക് പള്ളാർച്ച് ഭക്ഷണം കഴിച്ച് പട്ടിണി മാറും. എൻ്റെ അവിടുത്തെ വലിയ മുതലാളിമാരെ വിളിച്ചിട്ട് ഇറച്ചിഞ്ഞോറുണ്ടാക്കാൻ പറയും. ഒരു ജാതി മതഭേദമന്യേ എല്ലാവർക്കും തിന്നാൻ കൊടുക്കും, പള്ളാർച്ച് തിന്നാൻ കൊടുക്കും.
ഇത് മര്യാദയ്ക്ക് മനുഷ്യന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കും, മര്യാദയ്ക്ക് ഒരു നേരത്തെ ചോറ് കൊടുക്കൂല. ആ ജാതി കള്ളന്മാരായ മുതലാളിമാരായിരുന്നു അക്കാലത്ത് മലബാറിലുണ്ടായിരുന്നു. അതിനൊന്നും യാതൊരു സംശയമല്ല. കുറച്ച് നമ്മൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. എന്തുകൊണ്ട്? അതിന് മാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. 2 വട്ടം പിണറായി ഇറങ്ങിയില്ല. പിണറായി ഇറങ്ങാതിരിക്കാൻ വേണ്ടി പറയല്ല, ഞാൻ പിണറായിൻ്റെ ആളുമല്ല. എന്തേ? അതിന് മാത്രമേ നമ്മൾ വല്യാപ്പാരി സാധുക്കളെ കഷ്ടപ്പെടുത്തി. അപ്പോൾ കമ്മ്യൂണിസം വളർന്നു. ഇസ്ലാം ഒരു നിസ്കാരത്തിൽ മാത്രമേ ഇരുന്നു. കൂലി കൊടുക്കൂല. വൈകുന്നേരം വരെ പണിയെടുത്താൽ 1.5 അടങ്ങായി നെല്ല് കൊടുക്കും, അതിൽ 3/4 അടങ്ങായി പതിരുണ്ടും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി. അപ്പൊ അവിടെ എന്തുണ്ടായി? കമ്മ്യൂണിസം വന്നപ്പോഴാണ് മനുഷ്യന്മാർക്ക് മര്യാദക്ക് കൂലിട്ടി. അത് ഇസ്ലാമിൽ ഇല്ലാത്താണോ? അല്ല. ഇസ്ലാമിൽ കൂലി കൊടുക്കണമെന്നില്ലേ? കമ്മ്യൂണിസത്തിനേക്കാളുണ്ട്, നടപ്പിലാക്കൂല. കമ്മ്യൂണിസം വന്നപ്പോഴോ നക്സലിസവും വന്നു. വിവരമുണ്ടാവും, വിവരം അറിയും. കൂലി കൊടുത്തില്ലെങ്കിൽ നേരം നമുക്ക് കടന്നുറങ്ങാൻ പറ്റൂല, തലയിൽ വിട്ടു, അപ്പൊ കൂലി കൊടുത്തു. ഇതൊക്കെ ഇസ്ലാമിലില്ലേ? നീ നിന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് തൊഴിലാളിക്ക് കൂലി കൊടുക്കണമെന്ന് മുത്തുനബി പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഈ പാലിച്ചില്ല, എന്റെ വല്യാപ്പ പാലിച്ചില്ല. ആ ജാതി കള്ള ഹാജിയന്മാരായിരുന്നു ഈ മലബാറിലുണ്ടായിരുന്നത്. അവരെ കാരണത്തല്ല കമ്മ്യൂണിസം വ്യാപിച്ച്. നിലത്ത് കുഴി കുഴിക്കുക, ആ കുഴിയിൽ ഇല ഇറക്കിയിടും, എന്നിട്ട് ആ ഇലയിലേക്ക് കഞ്ഞി ഒഴിക്കും. മനസ്സിലായില്ലേ? ആ കഞ്ഞി അവൻ പ്ലാവിൻ്റെ എടുത്ത് കൊണ്ടുവന്നിട്ട് ആ നിലത്തെ കഞ്ഞി ഓ മുക്കി കുടിക്കണം. എന്തേ? അവന് പാത്രം കൊടുക്കൂല. ആര്? നിസ്കരിക്കണോല്. എന്തിനാ അവനൊക്കെ നിസ്കരിച്ച്? അങ്ങനെ ഒരു ജന്തുവിന് കൊടുക്കാൻ പാടുണ്ടോ? ഒരു പശുവിന് കൊടുക്കാൻ പാടുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതിൻ്റെ ഒക്കെ പലടാ ഇതൊക്കെ അനുഭവിക്കും. എന്തേ? സുന്നാമക്കി കുടിച്ചോടത്തോളം പോണ്ടേ? പള്ളിയിലൊന്നും പോണ്ട, എന്നാലും എന്ത് പോണം? മനസ്സിലായില്ല? സുന്നാമക്കി കുടിച്ചിട്ട് വയറ്റുന്നൊന്നും പോയില്ല, കുഴപ്പമില്ല, എന്നാലും എന്ത് പോണം? സുന്നാമക്കി എങ്ങനെ പോണ്ടെങ്ങായി? മനസ്സിലായില്ല? സുന്നാമക്കി മനസ്സിലായില്ലേ? പറയ്. സുന്നാമക്കി കുടിച്ചപ്പോൾ ഉള്ളിലുള്ള കറുത്ത കാഷ്ടൊന്നും പോയില്ല, എന്നാലും എന്ത് പോണം? സുന്നാമക്കി പോണ്ടേ? നമ്മളെ വല്യാപ്പമാരായ ആചാര്യന്മാര് കുടിച്ച സുന്നാമക്കിയാണ് ഇപ്പോൾ നമ്മൾ BJP ആയും ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റായും ബാറ്റിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ യാസീൻ ഓതിയ കാര്യമല്ലേ? യാസീൻ ഓതിയതുകൊണ്ട് സുന്നാമക്കി നിൽക്കൂല. സുന്നാമക്കി കുടിച്ചത് കൊണ്ടിരും. മനുഷ്യന് നിലത്ത് കുഴി കുഴിച്ചിരിക്കുക, എന്നിട്ട് ആ കുഴിയിൽ ഇല ഇറക്കിയിടും. എന്നിട്ട് ഇവര് കയ്യിൽ കൊടുക്കൂല, ഒരു കയ്യിൽ ഇവര് കൊടുക്കൂല. ഇയാൾ എന്ത് ചെയ്യണം? പോയിട്ട് ഇല കൊണ്ടുവന്ന് കുമ്പിളാക്കി കുടിക്കണം. അവൻ കുടിച്ച കുമ്പിള് അവൻ മുറ്റത്തിടാൻ പറ്റൂല, അപ്പോൾ ദേഷ്യപ്പെടും. മുറ്റത്തിന് പുറത്ത് കോണിടണം, ഇല്ലെങ്കിൽ ഇത് ദുശ്ശകുനാണ്. ഇതൊക്കെ എവിടുന്നാ? വലഖദ് കറംനാ ബനി ആദം. അള്ളാന്റെ ദീനെതിരല്ലേ ആ ചെയ്തതൊക്കെ? പടച്ചമുരാന്റെ ശിക്ഷ എത്ര ഉണ്ടാവും? എന്തെങ്കിലും വിചാരിച്ച് അപ്പൊ അല്ല അനുഭവിക്കേണ്ടി വരുള്ളൂ. സുന്നാമക്കി ഓല കാലത്ത് വയറ്റുന്ന വെച്ച് തീർന്നിട്ടില്ല. ഓല വറ്റുന്ന മയസറിന്ന് പോവുള്ളൂ. അത് വല്ലാതെ പോകാതിരിക്കാൻ വേണ്ടി തോന്നുന്നില്ലേ? കാരണം ആജാതി തോന്നിയാസാണ്. അതിനൊക്കെ മാറ്റേണ്ടായത് കമ്മ്യൂണിസം വന്നപ്പോഴാണ്. ഞാൻ കമ്മ്യൂണിസത്തിനെതിരാണ്. എന്നുവെച്ചാൽ കുഞ്ഞാമക്കി നമ്മളെ വല്യാപ്പാര് കുടിച്ചുപോയി. അപ്പൊ ഇനി നമ്മളെ മൂട്ടിലൂടെ തന്നെ പുറത്തു പോകണം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റല്ല, ഞാൻ കമ്മ്യൂണിസത്തിനെതിരാ. പക്ഷേ ഈ കമ്മ്യൂണിസത്തിന് എങ്ങനെ ആക്കിയത് നമ്മളെ വല്യാപ്പന്മാരായ അന്തം കുന്തമില്ലാത്ത ആചാര്യന്മാരാ. അത്രത്തിൽ നിങ്ങൾ ബേജാറാണ്ട്. മൊബൈൽ പാർട്ടി മാറാണോ? പാർട്ടിയൊന്നും മാറില്ല. ഞാൻ കമ്മ്യൂണിസ്റ്റല്ല. എൻ്റെ വാപ്പ ലീഗാരനാണ്, ഞാൻ ലീഗാരനാണ്. അത് സംശയമില്ല. പക്ഷെ നിങ്ങൾ ഈ തോന്നിയാസം ഞാൻ അംഗീകരിക്കൂല. അല്ല, ഇപ്പം നമ്മളെ മൂട്ടിലൂടെ പോകുന്നത് നമ്മളെ വല്യാപ്പാരോട് സുന്നമാക്കിയാണ്. അത്രേ ഉള്ളൂ, പറഞ്ഞില്ല. വിഷയത്തിലേക്ക് തിരിച്ചു വരും, നിർത്തുകയാണ്. എന്താ പറഞ്ഞർത്ഥം? അവർക്കെല്ലാം നടക്കും. കാരണം ഈ നബിയിൽ നിന്നാണ് അവർ കരസ്ഥമാക്കിയതല്ല കരസ്ഥമാക്കിയത്. അപ്പൊ അവരുടെ ഉൽപ്പത്തരല്ല.
നീ ചേർന്ന് നിൽക്കുന്ന ആളുടെ സ്റ്റേജ് നിനക്കുണ്ടാവും. ഇജി വാർഡ് മെമ്പറാണ്, ഇജി പഞ്ചായത്ത് പ്രസിഡന്റാണ്, നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, നിങ്ങൾ ഇജി കേരളത്തിലെ സംസ്ഥാനത്തെ മന്ത്രിയാണ്, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, നിങ്ങൾ വിദേശകാര്യമന്ത്രിയാണ്, നിങ്ങൾ പ്രധാനമന്ത്രിയാണ്. നിങ്ങൾക്കൊക്കെ കുട്ടികളുണ്ട്. നിനക്ക് കുട്ടിയുണ്ട്. എത്ര ആളായി? 1 2 3 4 5 6 7 8 മക്കളുണ്ട്. ഇന്ത്യയിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുക, വലിയൊരു പരിപാടി നടക്കുക. ഇപ്പം പഞ്ചായത്ത് മെമ്പറ ഇവന്റെ കുട്ടി പോയി, ഇവന്റെ കുട്ടിക്ക് എതിരെ പോകാം, പൊതുജനത്തിൻ്റെയും അപ്പുറത്ത് പോകാം. കാരണം ഇവൻ ആരാണ്? പഞ്ചായത്ത് മെമ്പറാണ്. അപ്പൊ ആദ്യത്തെ ബാരിക്കേഡിന്റെ ഉള്ളിൽ കുറച്ച് അന്തമുട്ടൽ കുത്തിരിക്കുന്നുണ്ട്. അക്കുത്തത്തിൽ ബനം ഇരിക്കാം, ആ കൂട്ടത്തിൽ എന്റെ കുട്ടി ഇരിക്കും. അപ്പൊ എന്റെ കുട്ടി എവിടുന്ന് കഴിഞ്ഞു? പറയണ കുട്ടി പൊതുജനത്തിന്റെ ആ ബാരിക്കേഡ് വിട്ടു. പഞ്ചായത്ത് മെമ്പർമാരെ അവിടെ ഇരുന്നു, അവിടെ കസേരട്ടി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇടയ്ക്കൊക്കെ കളറുകൾ കലക്കിയ വെള്ളം കിട്ടും, അത് കുടിക്കാം. എൻ്റെ കുട്ടിക്ക് കുടിക്കാം. അത്രേ കുട്ടി കഴിയുള്ളൂ, അതിന് അപ്പുറത്തേക്ക് കഴിയൂല. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഗാലറി വേറെയാണ്. അതുവരെ എൻ്റെ കുട്ടിക്ക് പോകാം. നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്, നിങ്ങളെ കുട്ടി ആ ചിരിച്ചുകൊണ്ട് അതിൻ്റെ ഒക്കെ വിട്ട് കടന്ന് നേരെ 3ാമത്തെ ഗാലറിയിൽ വരും. കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ട ഗാലറിയാണ്. അവിടെ വേറെ കുറേ സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിങ്ങളെ കുട്ടി കുത്തുന്ന നിങ്ങളെ ബാക്കിലുള്ള മറ്റേ ഓൻ്റെ ഒപ്പം സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയിട്ട് വെള്ളം ഇറക്കി കുത്തിരിക്കും. ഈ മന്ത്രിയാണ്, കേരളമോ മന്ത്രിയാണ്, കേരളത്തിലെ ഗവൺമെന്റിൽപ്പെട്ട ഒരു മന്ത്രിയാണ്. അപ്പം എൻ്റെ കുട്ടിക്ക് കുറച്ചും കൂടി പോകാം. ഒന്നും കൂടി വലിയ ഇരുന്നാല്, മനസ്സിലായില്ലേ? കുറച്ച് വലിയ കസേരയാണ്. ഇരുന്നാലും ഒന്നും മുറിയാത്ത കീഴ്വായൊന്നും പോകാത്ത ജാതിയുള്ള അടിയിലുള്ള ആ ഭാഗങ്ങളിലേക്കൊക്കെ ഇടുക്കിലേക്കൊക്കെ നേരെ കയറി നിൽക്കണം. ആ ജാതി റക്സിനൊക്കെ ഉള്ള കസേരയിലാണ്. മന്ത്രിയാണല്ലോ, അങ്ങനെ നമുക്ക് കീഴ്വായു പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ചിരിക്കണം. അതുവരെ എൻ്റെ കുട്ടി വരാം. ഇയാൾ മുഖ്യമന്ത്രിയാണ്, അയാളെ കുട്ടിക്ക് കുറച്ചും കൂടി കയറാം. ഇയാള് മനസ്സിലായി പറഞ്ഞത്? ഇവനോ കേന്ദ്ര എന്താ പറയാ വിദേശകാര്യ മന്ത്രിയാണ്. അപ്പൊ ഒന്നും കൂടി കയറാം. മറ്റേ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, അമിത്ഷാന്റെ സ്ഥാനത്താണ്. മറ്റേയാളോ പ്രധാനമന്ത്രിയാണ്. അപ്പൊ അയാളെ കുട്ടി വന്ന് എവിടെ എത്തി? സ്റ്റേജിന്റെ ഏറ്റവും മേലെത്തി. കുട്ടിയും വാപ്പിയും വന്നു. പ്രധാനമന്ത്രിയാണ്. അപ്പൊ പ്രധാനമന്ത്രി ഇവനോട് കൂടെ പറ്റും പാഞ്ഞു വരും. ഒരു കസേര മാത്രമേ ആ സ്റ്റേജിൽ ഇട്ടിട്ടുള്ളൂ. അപ്പോഴത്തെ എന്ത് ചെയ്ത് പാഞ്ഞു എന്തുകൊണ്ട് ദേഷ്യം വരും. പ്രധാനമന്ത്രി കുട്ടി കസേര ഇട്ടിട്ടുണ്ട്. ഇതെന്നാടാ വലിയ ഈ കുട്ടിക്കൊന്നും കഴിവില്ല. ആരെ കഴിവാ? വാപ്പാനെ കഴിവാ. അവർക്ക് കിട്ടിയത് അവരെ വാപ്പാനെ കഴിവാ. അവരെ വാപ്പ മുഹമ്മദ് മുസ്തഫ റൂഹിന്റെ വാപ്പാന്നായി പറഞ്ഞിട്ട്. ഒരു വലിയന്റെ യഥാർത്ഥ വാപ്പ റസൂലേ. ഒരു മൂമിന്റെ യഥാർത്ഥ വാപ്പ ഒരു മൂമിന്റെ യഥാർത്ഥ വാപ്പയാരാ? റസൂലാണ്. അതിൽ ഉന്നതനാണ് വലിയന്റെ വാപ്പ റസൂലേ. അതിലത്രയും റസൂലാണ് മുഖറബാണെങ്കിൽ അത്രയും മേലെ കയറും. ഇതൊന്നും വരെ കഴിവല്ല. കരസ്ഥമാക്കപ്പെട്ടതെല്ലാം കരസ്ഥമാക്കപ്പെട്ടത് മിൻഹു നബിയിൽ നിന്നാണ്. നബിയെ പ്രശംസിക്കപ്പെടാൻ വേണ്ടി. അപ്പൊ ഇവർക്ക് എന്ത് കിട്ടിയാലും ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി കോഴിയുടെ മുട്ടിനെയാണ് കൂവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂവിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രശംസയല്ല, ആരുടേതാണ്? റസൂലുള്ളാഹിന്റേതാണ്. അവർ 10,000 കിലോമീറ്റർ സെക്കൻഡ് കൊണ്ട് വിട്ടടന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടേതല്ല. നബിയെ പ്രശംസിക്കപ്പെടാൻ വേണ്ടിയാണ്. എന്താ പ്രശ്നം? അങ്ങനത്തെ ഒരു ആൺകുട്ടിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നിയാസിൽ കൗലഖി റളിയല്ലാഹു അൻഹു. അതാണ് അതിൻ്റെ വാപ്പാൻ്റെ വാപ്പയാണ്. എൻ്റെ വാപ്പ ഇബ്രാഹിം നിയാസിൽ കൗല, ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങളാണ്. അവരുടെ വാപ്പ ഇബ്രാഹിം നിയാസിൽ കൗലഖിയാണ് റളിയല്ലാഹു അൻഹു. ഈ പറയുന്ന ആൾ എൻ്റെ വാപ്പാൻ്റെ വാപ്പയാണ്. അതിൻ്റെ ഉൽപ്പത്തരമാണ്. എൻ്റെ വാപ്പാൻ്റെ വാപ്പ അത്രയും വലിയ ആളാണ്. നമുക്ക് കസേരയില്ല, പക്ഷെ വാപ്പാൻ്റെ വലിയ ആളാണ്. അല്ലാഹു തആല അവരിലേക്കൊക്കെ ചേർക്കാൻ നമുക്ക് തൗഫീഖ് തരും. അപ്പൊ ഇത് വളരെ ചിന്തിക്കണം. ഇല്ല എന്നൊന്നും പറയണ്ട. നടക്കാത്ത കാര്യമില്ല.
അള്ളാന്റെ ആര്യാക്കന്മാരും എല്ലാവരും. ഇന്നിപ്പോൾ നമ്മളെല്ലാവരും പോകുന്ന ചില മക്കബറകളുണ്ട്. ആ മക്കബറയിൽ നാട്ടിൽ പോക്ക് നിർത്തിയാൽ പിന്നെ നമ്മൾ പോല. എന്തുകൊണ്ട്? നമ്മൾ നാട്ടുകാർ ആളും പാളും മറ്റതും മറിച്ചും ഉറൂസും ചോറും ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ ഔലിയെന്ന് വിചാരിച്ചാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ വേറൊരു ഔലിയപ്പാപ്പൻ്റെ അവിടെയാണ് ഉറൂസും ആളും പാളും പുകയും തീയുന്നതെങ്കിൽ പിറ്റേന്ന് നമ്മൾ അവിടെ പോയി കൂടും. പിന്നെ എന്താ നമ്മൾ പറയാം, ഇപ്പം കറാമത്തൊന്നുമില്ല. നമുക്ക് ചോറിനനുസരിച്ചാണ് കറാമത്ത്. എന്തേ? നമുക്ക് ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവരുന്ന അരി എത്ര ചാക്ക് വെച്ചോ അതാണ് കറാമത്തിൻ്റെ വലുപ്പത്തിന്. പിറ്റേത്തെ ആഴ്ച വെച്ച് 400 ചാക്ക് അരിയാണ് ഞങ്ങൾ കൊല്ലം വെച്ച്. തിരക്കടില്ല. പിറ്റേത്തെ കൊല്ലം വേറെ ഔലിയാവിൻ്റെ അവിടെ 500 ചാക്ക് വെക്കുകയും ഇവിടെ 300 ചാക്ക് ഇങ്ങോട്ടാവുകയും ചെയ്താൽ നമ്മൾ പിന്നെ ഇജ് പോരുന്നില്ലേ, ഇജ് നടന്നു ഞാൻ വരാം. എന്തേ? നമുക്ക് ഇപ്പം കറാമത്ത് അവിടെയാണ്. നമ്മൾ ചോറിനനുസരിച്ച് നമ്മളെ കറാമത്ത്. ഇതൊന്നും അല്ലാത്തൊരു ഔലിയ ഇവിടെ വേക്കക്കാർക്കുണ്ടാവും. ആ വലിയ മരിക്കുമ്പോൾ ദ്വാർന്നിട്ടുണ്ടാവും. എന്ത് പഠിച്ചോനെ, എനിക്ക് നീ തന്ന വലിപ്പത്തരം മരിക്കണത് ഖിയാമത്ത് നാൾ വരെ ഒരാൾക്ക് കാണിച്ചു കൊടുക്കരുത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഖബർമ നമ്മൾ കരി കുത്തിരുന്നിട്ട് മറ്റേ ഔലിയപ്പാപ്പൻ്റെ ചോറ് തിന്നു. നമുക്കൊരു വില വെക്കൂല. എന്തുകൊണ്ട്? കറാമത്ത് ഒഴിവാക്കണില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മൾക്ക് വിവരമേ ഇല്ല, ഒരു അന്തമില്ല, ഒരു വിവരമില്ല. അപ്പൊ ഇവരൊന്നും ഒരു പേടിയും പേടിക്കണ്ട. ഇതിനേക്കാളും വലിയ ആളിഞ്ഞ് വരാൻ പോകുന്നുണ്ട്. മഹ്ദി ഇമാം വരാനായിട്ടുണ്ട്. തീർച്ചയായും വരും. അടുത്ത് വരും. മഹ്ദി ഇമാം വരാനായിട്ടുണ്ട്. അതാണ് ആൾ. അടുത്ത് വരും. അടുത്ത് വരും. അടുത്ത് വരും. മഹ്ദി ഇമാം അടുത്ത് വരും. അടുത്ത് വരും. ഇമാം മഹ്ദി അടുത്ത് വരും. വരാനുള്ള സമയം ആയിക്കഴിഞ്ഞു. വളരെ അടുത്ത് ഇമാം മഹ്ദി വരും. വളരെ അടുത്ത് വരും. പെട്ടെന്ന് അടുത്ത് വരും. മഹ്ദി ഇമാം വരാനുള്ള സമയമായി കഴിഞ്ഞു. ഇനി നേരം വൈകൂല, പെട്ടെന്ന് വരും. സമയമായിട്ടുണ്ട്. എൻ്റെ സമയമായിട്ടുണ്ട്. അവർ ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ട്. താൻ വെളിവാകേ വേണ്ടു. വെളിവാകേണ്ട സമയം ഏകദേശമായി. പെട്ടെന്ന് വരും. മഹ്ദിമാമ വരും എന്ന് നീ ആലോചിക്കണ്ടെന്ന് നീ പറഞ്ഞത്. അത് നീയും വിഷണ്ണരായി ജീവിക്കാനുള്ള മാനദണ്ഡമായി കണക്കാക്കരുത്. ഒക്കെ മഹ്ദിമാമ വന്നിട്ട് നേരെയാക്കും എന്ന് വിചാരിച്ചാണ് കണ്ടത്. നമ്മളെ കാലത്ത് നേരെയാക്കണ്ടേ നമ്മളെ നേരെയാക്കണം. മഹ്ദിമാമ വന്നാലും വേണ്ടില്ല, അത് നമ്മളെ ഡ്യൂട്ടിയല്ല. മഹ്ദിമാമിൻ്റെ ഡ്യൂട്ടി നമുക്ക് നമ്മളെ ഡ്യൂട്ടിയാണ്. എന്താ നമ്മളെ ഡ്യൂട്ടി പറയും? എന്താ നമ്മളെ ഡ്യൂട്ടി? എന്താ മഹ്ദിമാമിൻ്റെ ഡ്യൂട്ടി? എന്താ നമ്മളെ ഡ്യൂട്ടി പറയും? നിസ്കരിക്കാൻ ഡ്യൂട്ടിയാണോ? നിങ്ങളിപ്പോൾ ഈ മുറിയിൽ കയറി വന്നു, നിങ്ങളിപ്പം ശ്വസിച്ചല്ലേ? നിങ്ങൾ ശ്വാസോച്ഛ്വാസം ചെയ്തോ ഇല്ലേ? അതാണോ നിങ്ങളെ പണി? അതല്ല, അത് നിങ്ങളുടെ നിലനിൽപ്പിൻ്റെ അനിവാര്യതയാണ്. അത് ഡ്യൂട്ടിയല്ല. നിങ്ങൾ ഡ്യൂട്ടി ഇവിടെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. നിസ്കാരം ഒരു ഡ്യൂട്ടി തന്നെയല്ല. നിസ്കാരത്തെ ഡ്യൂട്ടിയാക്കി കണക്കാക്കിയതാണ് ആധുനിക മുസ്ലിമീങ്ങൾ വലിയ ചതിപ്പെടാൻ കാരണം. നിസ്കാരം ഡ്യൂട്ടിയല്ല. നിസ്കാരം ജീവന്റെ അടിസ്ഥാന സ്രോതസ്സാണ്. റൂഹിന് ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നിസ്കരിക്കണം. നിസ്കാരം ഡ്യൂട്ടിയല്ല. നമ്മൾ ഡ്യൂട്ടിയാക്കി തറാവീന് വിളക്കെടുത്ത് പോഞ്ഞ് നമ്മൾ ശ്വാസം വിടാൻ വേണ്ടിയാണ് പോഞ്ഞ്. ഇപ്പം എന്തെന്ന് ചെയ്ത് ഞാൻ ശ്വാസം മുട്ടില്ലേ? എവിടുന്നാടെ ഈ തലയെക്കെട്ടന്മാര് ജാഹിലിയങ്ങൾ പറഞ്ഞത്? എന്തിനാങ്ങൾ കേൾക്കുന്നത്? നിസ്കാരം എങ്ങനെ ഡ്യൂട്ടിയാണ്? അന്തം കുന്തവും ഇല്ലാത്ത കുറച്ച് തലയെക്കെട്ടന്മാര് പറയുന്ന നുണകൾ കേൾക്കരുത്. നിസ്കാരം ഡ്യൂട്ടിയല്ല. അത് അള്ളാഹുവിൻ്റെ റിളയുടെ പുറത്ത് ഒരാൾ നിൽക്കണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അള്ളാഹിൻ്റെ ദിക്ർ വേണം. അതാണ് നിസ്കാരം. നിസ്കാരം ഡ്യൂട്ടിയാണ്. നമ്മൾ പോയി തറ നോമ്പാലത്ത് എന്തേ ചെയ്ത്? ബദരീങ്ങൾ ബദത്തിന് പോയി. അത് ഡ്യൂട്ടിയാണ്. മറ്റതൊരു അനിവാര്യതയില്ലേ? എന്താ ഡ്യൂട്ടി? ഡ്യൂട്ടി പറയും. ഡ്യൂട്ടി പറഞ്ഞ അവസാനിക്കും. യുദ്ധത്തിന് പോലെ ഡ്യൂട്ടിയല്ല, അതൊരു ഉൽപ്പന്നം മാത്രമാണ്. എന്താ ഡ്യൂട്ടി? ഒരു മുഅ്മിനായ മനുഷ്യൻ ഡ്യൂട്ടി ഉണ്ട് പറയും.
ഉത്തരം കിട്ടൂല്ലെങ്കിൽ ഇന്ന് പറയണ്ട, അടുത്ത ആഴ്ച ഒരു മുഅ്മിനായ മനുഷ്യൻ ഡ്യൂട്ടി ഉണ്ട്. എല്ലാം ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ട് നിങ്ങളെ ഞാനൊരു മടിയന്മാരാക്കിയിട്ടുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഡ്യൂട്ടി ഉണ്ട്. തലയിൽ കെട്ടിയാലും മടില്ല, ഭാരിട്ടാലും മടില്ല. ബാലൊക്കെ ചങ്ങായി കുരങ്ങനുമില്ലേ, കുരങ്ങൻ ഒലിയാവോ? എന്ത് വാർത്താണ് ഈ പറയുന്നത്? ഇതൊന്നും ഞാൻ ബാലിനെ കുറ്റം പറയല്ല. ഇതുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ്. എന്നാൽ പോലീസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊപ്പിയും കാക്കിയൊക്കെ ഇട്ടത് ഒരു ഭംഗി തന്നെയാണ്. പോലീസിൽ എടുക്കാതെ പിന്നെ പോലീസിൻ്റെ ഡ്രസ്സ് ഇട്ടാലോ കോമാളി നാടകത്തിന് പോകണം പറയും മനുഷ്യന്മാര്. അങ്ങനെ പോലീസിൽ എടുത്തില്ല, എന്നിട്ട് ഒരു പോലീസിൽ എടുത്തിട്ടില്ല. എന്ത് ചെയ്യും? കാക്കി പാൻറ്, കാക്കി കുപ്പായം, പോലീസിന്റെ തൊപ്പി, ബഡിയൊക്കെ പിടിച്ച് എന്നാൽ എന്താ പറയാ, വലിയ വലിയ കല്യാണത്തിന്റെ ഗേറ്റിങ് അങ്ങനത്തെ ഒരാളെ നിർത്തലുണ്ട്. അപ്പൊ ജനങ്ങളെന്താ മനുഷ്യനെ എന്തോ എടാ തലയെ കെട്ടണത് ഉണ്ടക്കെട്ട് കെട്ടണതും ഒക്കെ നല്ലതാണ് നിനക്ക് ഈമാണ്ടെങ്കിൽ. അല്ലെങ്കിൽ കോമാളി അല്ലടാ ജാഹിൽ, കള്ള കോമാളി. ഒരു മുഅ്മിനായ മനുഷ്യൻ ഡ്യൂട്ടി ഉണ്ട്. നിസ്കരിക്കേ എങ്ങനത്തെ വലിപ്പുണ്ടല്ലോ മനുഷ്യന്മാർ. നിസ്കർ ഡ്യൂട്ടിയാ. നിസ്കാരം എന്തെങ്കിലും മുഅ്മിനായ മനുഷ്യൻ ഡ്യൂട്ടിയാവും? ഞാൻ പറയില്ല, ഞാൻ പറഞ്ഞ് വിചാരിക്കണമല്ല, ഞാൻ പറയാനല്ല. എനിക്കറിയാം ഡ്യൂട്ടി എന്താണ്. ആ ഡ്യൂട്ടി ഞാൻ എടുക്കണത് ഇൻഷാ അല്ലാഹ്. അത് ഞങ്ങളെല്ലാവരും കൂടി വളഞ്ഞു കൊന്നാലും ഞാൻ എടുക്കും. ഞാൻ ആ ഡ്യൂട്ടിയിലാണ്. എനിക്കൊരു ഡ്യൂട്ടി ഉണ്ട്, അത് മുഅ്മിൻ്റെ ഡ്യൂട്ടിയാണ്. മുഅ്മിനാക്കലൊക്കെ റബ്ബിൻ്റെ തീരുമാനം. ഞാൻ ആകാശം പൊളിഞ്ഞാടിയാൽ ആ ഡ്യൂട്ടി ചെയ്യുള്ളൂ. അതൊരു ഡ്യൂട്ടിയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഡ്യൂട്ടി എന്താന്ന് പറയും? എന്താ മുഅ്മിനായ മനുഷ്യൻ ഡ്യൂട്ടി? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഡ്യൂട്ടി നിസ്കരിക്കലോ നോമ്പൊലിക്കലോ ഒന്നുമല്ല. യസാറുൽ ഹഖ് ലില്ലാഹ് അലാ കുല്ലി ഷൈ. ഏതൊരു വസ്തുവിനേക്കാളും ഹക്കിനെ തിരഞ്ഞെടുക്കുക. ഹക്കിന് നാടാകെതിരാണെങ്കിൽ ഹക്കിൻ്റെ ഒപ്പം നിൽക്കും, അപ്പൊ നാടൊക്കെ എതിരാവും. ഹക്കിന് മൂല്യക്കെതിരാണെങ്കിൽ ഓ മൂല്യക്കെതിരാവും. ഹക്കിന് തങ്ങക്കെതിരാണെങ്കിൽ ഓ തങ്ങക്കെതിരാവും. എന്ത് മൂല്യരെ, എന്ത് തങ്ങൾ? വല്യങ്ങൾ പാപ്പ പറഞ്ഞല്ലേ നോക്കണ്ടുള്ളൂ. വല്യങ്ങൾ പാപ്പ മുസ്തഫ നബി അല്ലേ, അവരെന്താ പറഞ്ഞ? കുലിൽ ഹഖ് ഒരിക്കണം. അതിന് നിനക്ക് എന്ത് നഷ്ടം പഠിക്കണ? നഷ്ടം എന്നൊരു സാധനം മുഅ്മിനായ മനുഷ്യനില്ല. അജബല്ലി അംരിൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതമാണ്. ഫഇന്നൽ അംറ കുല്ലഹു ലഹു. എല്ലാം അവന് ലാഭമാണ്. ഞങ്ങൾക്ക് നിങ്ങളെ തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി പറഞ്ഞ കാര്യമല്ല ചില കാര്യങ്ങൾ, അത് സത്യമാണ്. അതിന്റെ തെരഞ്ഞെടുപ്പിന് പറഞ്ഞു ഒരാൾ ജയിക്കലും തോൽക്കലിന്റെ വിഷയമല്ല. എൻ്റെ വിഷയം സുന്നികൾ പറ്റിക്കപ്പെടുന്നു എന്നതാണ്. എന്തുകൊണ്ട് ഞാൻ സുന്നികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്? എന്തുകൊണ്ട്? അത് ഞാൻ പഠിച്ച സുന്നിയാക്കം. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യത ഹക്കിനെ തിരഞ്ഞെടുക്കലും, വേറൊരു ബാധ്യതയുമില്ല. ആ നിസ്കരിക്കൽ ഒരു ബാധ്യതയിൽപ്പെട്ടാലാണ് അവന്റെ റൂഹിന്റെ നിലനിൽപ്പിന് അത് അനിവാര്യതയാണ്. പോർക്കളത്തിൽ തന്നെയായിരുന്നാലും പ്രാർത്ഥനക്കുള്ള സമയമെടുത്താൽ മക്കയെക്കൊള്ളെ തിരിഞ്ഞു നിന്നില്ലേ മണ്ണിനെ മുത്താൻ ഹിജാസിന്റെ മക്കൾ എന്നൊരു കവിത ഉണ്ട്. പോർക്കളത്തിൽ തന്നെയായിരുന്നാലും പ്രാർത്ഥനക്കുള്ള സമയമെടുത്താൽ മക്കയെക്കൊള്ള അവർ തിരിഞ്ഞു നോക്കും. പോർക്കളം അവരുടെ ഡ്യൂട്ടിയാ. അപ്പോഴും അവരെന്ത് ചെയ്യും? നേരായാൽ നിസ്കരിക്കും. നമ്മളിപ്പോ യുദ്ധത്തിലല്ലേ നീ ഒന്ന് നിസ്കരിക്കണ്, അന്നോർക്കില്ല. നിസ്കാരം ഡ്യൂട്ടിയല്ല, അത് അനിവാര്യമായി ചെയ്യുന്നൊരു കാര്യമാണ്. ഡ്യൂട്ടി അപ്പുറത്താണ്. ഹക്കിനെ തിരഞ്ഞെടുക്കുക, ഇതാണ് ഡ്യൂട്ടി.